ഹായ്, ഇന്നലെ ഏഷ്യനെറ്റ് ന്യൂസിൽ വന്ന ഷാനവാസിന്റെ ഇന്റർവ്യൂ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓരോ കാര്യങ്ങൾക്കും നല്ല വ്യക്തതയുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ആറിനെ കുറിച്ച്. ഷാനവാസ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. ഷാനവാസ് ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് പി ആർ എന്താണ് എന്ന് അറിയാതെയാണ് കയറിയത്. അങ്ങനെ അറിഞ്ഞിരുന്നു എങ്കിൽ ഞാനും പി ആർ കൊടുത്തേനെ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. പക്ഷേ അതിനുശേഷം ഷാനവാസ് പറയുന്നു, അത് തമാശയ്ക്ക് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും പി ആർ കൊടുക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ആ ഭാഗം എനിക്ക് മിസ്സായി പോയി. കാരണം അവിടെ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ഞാനത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് അനുമോളെ കുറിച്ച് പറയുന്നതാണ്. അതിനിടയിൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പി ആർ കൊടുക്കില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. നമുക്ക് ഷാനവാസ് കൃത്യമായി എന്താണ് പറഞ്ഞത് എന്ന് കേട്ടു നോക്കാം. അതുപോലെ തന്നെ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട്, അതും കേട്ടു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കയറുമ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പി ആറുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഈ പി ആർ വർക്ക് ക്യാഷ് കൊടുത്ത് ഇത്രയും ക്യാഷ് കൊടുത്ത് പി ആർ വർക്കുകൾ ചെയ്യാന്നുള്ളത് കാര്യങ്ങളൊന്നും എനിക്കറിയാം. കാരണം ഞാൻ ഒന്നാമത് ഇത് ഫോളോ ചെയ്തിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെയൊക്കെ അറിയാമായിരുന്നു ഞാനും പി ആർ കൊടുത്തേ. അപ്പൊ എനിക്ക് തമാശ പറഞ്ഞതാ. എനിക്കൊരു വിശ്വാസം ഉണ്ട്. എന്താണെന്ന് വെച്ചാല് എന്നെ ഇത്രത്തോളം എത്തിച്ചത് നമ്മളെ പ്രേക്ഷകരാണ്. എനിക്ക് അവിടെ ക്യാഷ് ചെലവാക്കിയിട്ട് നിൽക്കേണ്ട ഗതികേടില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുത്തിട്ടൊന്നും ഒരു പി ആറിനും വെച്ചിട്ട് ഞാൻ ഈ പി ആർ വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാലും ഞാൻ കൊടുക്കില്ല. പിന്നെ പി ആർ വർക്കുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ എല്ലാം ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പി ആർ ഉപയോഗിച്ചതുകൊണ്ട് അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് പി ആറിനെ കുറിച്ച് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അനുമോളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഷാനവാസിന്റെ മറുപടി എന്താണ് എന്ന് കേട്ടു. അനുമോളിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ വിജയ്. ഒരു പി ആർ കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല. ഒരു പി ആർ വിചാരിച്ചാൽ മാത്രം ഒരു വിന്നർ അനുമോളവിടെ കണ്ടന്റും കൊടുക്കണം. അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് പി ആറിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലാതെ അനുമോൾ അവിടെ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പി ആറിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും പി ആർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അനുമോളുടെ അത്ര കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും പി ആറിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരെല്ലാരും ആദ്യം ചെയ്ത് പോയത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്കറിയില്ല എന്താ അതിന്റെ സത്യാവസ്ഥ. ഇനിയിപ്പോ ക്യാഷിന്റെ മൂല്യക്കുറവ് കൊണ്ടാണോ അതും അറിയില്ല. അപ്പോ അനുമോൾ പി ആർ കൊടുത്തത് കൊണ്ട് മാത്രമല്ല, അതായത് പി ആർ കൊണ്ട് മാത്രമല്ല അനുമോൾ അവിടെ വിജയിച്ചത്, അനുമോൾ അവിടെ കണ്ടന്റുകൾ കൊടുത്തത് കൊണ്ടാണ് വിജയിച്ചത് എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ലൈവിൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പി ആറും ഇല്ലാതെ 3-ാം സ്ഥാനത്ത് എത്തിയതിൽ അഭിമാനിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഈ സാധനത്തെ വളച്ചൊടിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ചും ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഷാനവാസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വീഡിയോസ് എല്ലാം ഷാനവാസ് കണ്ടിട്ടുണ്ട്. അതിൽ ഷാനവാസിന് ഒരു പരാതിയുമില്ല. അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ അവകാശം എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത്. ഓരോ പ്രാവശ്യവും എൻ്റെ പേര് വരുമ്പോൾ അത് എനിക്ക് ഗുണകരമായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിലും ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. പിന്നെ സത്യങ്ങൾ അവർ തിരിച്ചറിയുമ്പോൾ അവർ തിരുത്തുമായിരിക്കും എന്നും ഷാനവാസ് പറയുന്നു. ഇനി തിരുത്തിയില്ലെങ്കിലും ഒരു പ്രശ്നവുമല്ല, അവരുടെ മനസ്സിൽ അത് ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നു. അതായത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ഷാനവാസ് പറയുന്നത്. അതുപോലെ തന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഷാനവാസ് പറയുന്നുണ്ട്. അനീഷ് ആദ്യ സമയങ്ങളിൽ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ രീതിയിൽ, അതായത് വഴക്കുകൂടാതെ സ്നേഹത്തോടെ പെരുമാറിയത്. ആദ്യ സമയങ്ങളിൽ അവനെ മെരുക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പെരുമാറിയത്. അവൻ മെരുങ്ങുകയും ചെയ്തു എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. അതായത് ആദ്യ സമയങ്ങളിൽ അനീഷിനെ തളയ്ക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പെരുമാറിയത്. പിന്നീട് ആ സൗഹൃദം വളരുകയായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം വേറെ സൗഹൃദം വേറെ, അങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഗെയിം കളിച്ചിട്ടുണ്ട്. സൗഹൃദം മനസ്സിൽ മാത്രമാണ്, പക്ഷെ പരസ്പരം പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും ഷാനവാസ് പറയുന്നു. എന്താണ് എന്ന് നമുക്ക് കേട്ടു നോക്കാം ഷാനവാസ് അനീഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാന് ഫസ്റ്റ് ചെന്നപ്പോ അനീഷിന്റെ അടുത്തുനിന്ന് ഒരു റൈസിംഗ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റിലെ അനീഷ് എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ കുറെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി ഇവൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങള് വാക്ക് തർക്കങ്ങളായി. അവൻ എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി. പല വേർഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. കഴുത, മരക്കഴുത, ഈ സമയങ്ങളിലൊക്കെ ഞാൻ അതേപോലെ തന്നെ തിരിച്ചടിച്ചു. പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോ എനിക്ക് തോന്നി ഇവൻ എങ്ങനെ കൈകാര്യം ചെയ്താൽ പറ്റൂല. ഇവനെ ഈ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്യാം. ഇവനെ കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായ. ആദ്യം ഇവനോട് സൗഹൃദം കാണിക്കുന്നത് ഇവനെ ഒന്ന് തളക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവനോട് സ്നേഹം കാണിക്കാനോ സൗഹൃദം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. അവൻ എന്നെ ഇങ്ങനെയൊക്കെ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയും,
നീ ഇതൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോടൊരു തിരു സ്നേഹമുണ്ട് എന്ന് പറയുമ്പോ അവൻ ഒരു പൊടിക്ക് ഇങ്ങോട്ട് ഡൗൺ ആവും. എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് ഇയാളെന്ത് ഇങ്ങനെ പറയണത്, ഇയാളെന്ത് തിരിച്ച് പ്രൊവോക്ക് ആവാത്ത, തിരിച്ചെന്താണ് ദേഷ്യപ്പെടാത്ത, ഇങ്ങനെ പറയണ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. പിന്നെ 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 ലൂസ് ആവാൻ തുടങ്ങി. പിന്നെ ഈ മനുഷ്യനായിട്ട് ഞാൻ അടുത്തടുത്ത് വന്നു, ഇയാൾ എന്താന്ന് എനിക്ക് ഒരുവിധം മനസ്സിലായി. ഇയാൾ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ ഒരു സ്ട്രാറ്റജിയുടെ പുറത്ത് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാളെ തിരിച്ച് കൊണ്ടുവരണം. അയാൾ ആദ്യം പറഞ്ഞ ഒരു കൈ അകലം നിന്നാ മതി, എന്റെ വീട്ടിലോട്ട് അടുപ്പിക്കില്ല എന്ന്. ആരും എന്റെ വീട്ടിലേക്ക് വരണ്ട. ഞാൻ വെല്ലുവിളിച്ചു, ഈ കൈ അകലം മാറ്റിയിട്ട് ഒരു ചാണകലം പോലും നീ എനിക്കെതിരെ വെക്കില്ല, അതുപോലെ ഞാൻ എന്നെ മാറ്റിയെടുക്കും, നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് തളക്കും എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അത് പക്ഷെ അവസാനത്തോട്ട് എന്റെ ഈ കളിയും ചിരിയും തമാശയും ഒക്കെ ആയപ്പോഴേക്ക് അവനും തന്നെ എന്നോട് ഭയങ്കര ഒരു സൗഹൃദം, ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കയറി വരാൻ. അങ്ങനെ ആയതാണ്, അല്ലാതെ ഞാനൊന്ന് ഇത് എന്തേലും കണ്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്തതല്ല. സ്നേഹം ഓട്ടോമാറ്റിക്കലി ഇവന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ അടുത്തറിഞ്ഞപ്പോ അറിഞ്ഞ് അങ്ങനെ സൗഹൃദത്തിലായിരുന്നു. നല്ല സൗഹൃദം. ഒരു ദിവസം 2 3 പ്രാവശ്യമെങ്കിലും അവൻ എന്നെ വിളിക്കും. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിച്ചറിയിക്കും. അനീഷിന്റെ സ്ട്രാറ്റജി പൊളിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിലും സ്നേഹം ഒറിജിനലായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ നമ്മളൊക്കെ ആസ് എ ഗെയിമറാണ്, നമ്മളൊക്കെ അവിടെ ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത്. സൗഹൃദം മനസ്സിനകത്തുണ്ടെങ്കിലും ഗെയിം വിട്ടിട്ടില്ല കളി ഞങ്ങൾ രണ്ടുപേരും കളിച്ചിട്ടില്ല. സൗഹൃദത്തിലായപ്പോഴും ഈ ലവ് യു ഷാനവാസ് എന്ന് പറഞ്ഞതിന് ശേഷവും അവൻ എത്രയോ പ്രാവശ്യം എന്നെ എവിക്ഷൻ നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അവനെ ഇട്ടിട്ടുണ്ട്. ഗെയിം വേറെ, സൗഹൃദം വേറെ. ഗെയിം ഇവിടെ നിൽക്കും, സൗഹൃദം ഇവിടെ നിൽക്കും. അനീഷ് വിന്നറാവും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇതൊക്കെയാണ് ഷാനവാസ് അനീഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണ് ഉണ്ടായത്. ആദ്യം അത് സൗഹൃദമായിരുന്നില്ല, അവനെ തളയ്ക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീടാണ് അത് സൗഹൃദമായി മാറിയത്. ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. ആളൊരു ദിവസം 2 3 തവണ എന്നെ വിളിക്കാറുണ്ട് എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 2ാം ഭാഗം, അതായത് 2 പാർട്ടായിട്ടാണ് ഇന്റർവ്യൂ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ 2ാം ഭാഗം അടുത്ത് തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് എത്തും. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. അനീഷ് തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് ഷാനവാസ് വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ആദില നൂറ, ഇവരെക്കുറിച്ചും ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ആ സൗഹൃദം എന്താണ്, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസ് അതിൽ പറയുന്നുണ്ട്. തീർച്ചയായും ആ ഇന്റർവ്യൂ കാണാൻ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ബിഗ് ബോസിൽ നിന്നിറങ്ങിയ എല്ലാ കണ്ടസ്റ്റൻസും ഇറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു, അത് കാണിച്ചില്ല, ഇത് കാണിച്ചില്ല, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറയാറുണ്ട്. ഷാനവാസ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഒരു കണ്ടസ്റ്റൻസും അങ്ങനെ പറഞ്ഞിട്ടില്ല. സീരിയലിൽ രുദ്രനെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നത് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെയാണ്. എനിക്ക് ഇത്രയും റീച്ച് കിട്ടാനുള്ള കാരണം ഈ ഷോ തന്നെയാണ്. ആ ഷോയുടെ വലുപ്പം തന്നെയാണ് എനിക്ക് ഇത്രയും റീച്ച് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആ ഷോ വലിയൊരു ഷോയാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ സാധിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആദ്യ സമയങ്ങളിലെല്ലാം സിനിമാക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ, അതായത് ഒരു ചാൻസ് വേണം അല്ലെങ്കിൽ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പല രീതിയിൽ പല ആൾക്കാരും ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാം, ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ഷാനവാസ് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഷോ അത്രയും വലുതായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റീച്ച് കിട്ടിയത് എന്നുള്ള രീതിയിലും ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ തീർച്ചയായും ഷാനവാസിന്റെ സംസാര രീതി ഞെട്ടിപ്പിച്ചു കളഞ്ഞു. വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും പറയുന്നു. അദ്ദേഹത്തിന് എന്താണോ തോന്നിയത് അത് കൃത്യമായി പറയുന്നു. അവിടെ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുന്നു. ഇനി സെക്കൻഡ് പാർട്ടുണ്ട്, അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഷാനവാസ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.